يسألونك ماذا أحل لهم قل أحل لكم الطيبات وما علمتم من الجوارح مكلبين تعلمونهن مما علمكم الله فكلوا مما أمسكن عليكم واذكروا اسم الله عليه واتقوا الله إن الله سريع الحساب. തങ്ങൾക്ക് അനുവദനീയമായതെന്താണെന്ന് ജനം നിന്നോട് ചോദിക്കുന്നുവല്ലോ. പറയുക, നല്ല വസ്തുക്കളെല്ലാം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു നൽകിയ അറിവ് പ്രകാരം നിങ്ങൾ പരിശീലിപ്പിച്ച വേട്ടമൃഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പിടിച്ചു തരുന്നതും ഭക്ഷിക്കാവുന്നതാണ്. എന്നാൽ അതിന്മേൽ നിങ്ങൾ ദൈവനാമം ഉരുവിടേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നതിനെ ഭയപ്പെടുവിൻ. അല്ലാഹു അതിവേഗം വിചാരണ ചെയ്യുന്നവനാകുന്നു. ഈ ഉത്തരത്തിൽ ഒരു സൂക്ഷ്മ തത്വമടങ്ങിയിട്ടുണ്ട്. വ്യക്തമായി ഹലാലാക്കാത്ത കാലത്തോളം ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഹറാമാണെന്ന ധാരണ മതതൽപരരായ ചില ആളുകൾക്കുണ്ടാകും. ഈ മൂഢധാരണയുടെ ഫലമായി അതികർക്കശമായ ഒരു തരം നിയമബദ്ധത അവരെ പിടികൂടിയിരുന്നു. ജീവിതത്തിന്റെ ഓരോ വകുപ്പിലും ഹലാലായ വസ്തുക്കളും അനുവദനീയമായ പ്രവൃത്തികളും സമാഹരിച്ച ഒരു പട്ടിക അവരന്വേഷിക്കുന്നു. ഓരോ വസ്തുവിനെയും ഓരോ പ്രവൃത്തിയെയും അവർ വീക്ഷിക്കുന്നത് അത് നിഷിദ്ധമായിരിക്കുമെന്ന ശങ്കയോടെയായിരിക്കും. ഈ മനോഭാവത്തെ സംസ്കരിക്കാനാണ് വിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത്. ഹലാലായ എല്ലാ വസ്തുക്കളും വിശദമായി വിവരിച്ചു കിട്ടണമെന്നതായിരുന്നു ചോദ്യകർത്താക്കളുടെ ഉദ്ദേശ്യം. എങ്കിൽ ഇതര വസ്തുക്കളെല്ലാം ഹറാമാണെന്ന് സ്വയം മനസ്സിലാക്കാമല്ലോ. ഖുർആനാകട്ടെ പ്രസ്തുത ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഹറാമായ വസ്തുക്കൾ വിവരിക്കുകയും മറ്റെല്ലാ നല്ല വസ്തുക്കളും ഹലാൽ എന്ന ഒരു പൊതുനിർദ്ദേശം നൽകുകയുമാണ് ചെയ്തത്. ഇങ്ങനെ പഴയ മതസിദ്ധാന്തം പാടെ മാറ്റിമറിക്കപ്പെട്ടു. ഹലാലായി പ്രഖ്യാപിക്കാത്തതെല്ലാം ഹറാം എന്നായിരുന്നു പഴയ മതസിദ്ധാന്തം. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ സ്ഥാപിക്കുന്നത് ഹറാമെന്ന് വ്യക്തമാക്കാത്തതെല്ലാം ഹലാലാണെന്ന തത്വമാണ്. മനുഷ്യജീവിതത്തെ കുടുക്കിയിട്ടിരുന്ന ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കി വിശാലതയുടെ കവാടം തുറന്നുകൊടുത്ത അതിമഹത്തായ ഒരു നവീകരണമാണിത്. ആദ്യം അനുവദനീയതയുടെ ചെറിയൊരു വൃത്തത്തിന് പുറത്ത് ലോകത്തുള്ളതെല്ലാം ഹറാമായിരുന്നു. ഇപ്പോൾ നിഷിദ്ധതയുടെ ചെറുതായൊരു പരിധിക്കപ്പുറം മുഴു ലോകവും മനുഷ്യന് ഹലാലായിരിക്കുന്നു. ഒരു വസ്തു ഹലാലാകാൻ അത് നല്ലതായിരിക്കണം എന്ന ഉപാധി വെച്ചത് മേൽപ്പറഞ്ഞ പൊതു അനുവാദത്തെ തെളിവാക്കി അശുദ്ധ വസ്തുക്കളെ ഹലാലാക്കാതിരിക്കാനത്രേ. ഇനി വസ്തുക്കളുടെ ശുദ്ധത എങ്ങനെ നിർണയിക്കാം? അതിന്റെ ഉത്തരമിതാണ്. ശരീഅത്തിലെ ഏതെങ്കിലും ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അശുദ്ധമായതോ ശുദ്ധപ്രകൃതി വെറുക്കുന്നതോ സംസ്കാരസമ്പന്നനായ മനുഷ്യന്റെ നൈസർഗിക ബോധത്തിന് ഇണങ്ങാത്തതോ ആയ വസ്തുക്കളെല്ലാം അശുദ്ധങ്ങളാണ്. അല്ലാത്തതെല്ലാം ശുദ്ധങ്ങളുമാണ്. നിങ്ങൾ പരിശീലിപ്പിച്ച വേട്ടമൃഗങ്ങളെന്നാൽ നായ, നരി, പരുന്ത്, പ്രാപിടിയൻ മുതലായ മനുഷ്യൻ ശിക്കാറിനുപയോഗിക്കുന്ന മൃഗങ്ങളും പക്ഷികളുമാകുന്നു. പരിശീലിപ്പിച്ച നായാട്ടുജീവികൾ സാധാരണ ഹിംസ്രമൃഗങ്ങളെപ്പോലെ ഇരയെ പിടിച്ചു തിന്നുകയില്ല. ഉടമസ്ഥനു വേണ്ടിയായിരിക്കും അവ ഇരയെ പിടിക്കുന്നത്. ഇക്കാരണത്താൽ സാധാരണ മൃഗങ്ങൾ കടിച്ചുകീറിയ ജീവികൾ ഹറാമും പരിശീലിപ്പിച്ച വേട്ടമൃഗങ്ങൾ പിടിച്ച ഇര ഹലാലുമാണ്. ഈ വിഷയകമായി കർമ്മശാസ്ത്രകാരന്മാർക്കിടയിൽ ഭിന്ന അഭിപ്രായമുണ്ട്. ശിക്കാറിനുപയോഗിച്ച മൃഗം അല്ലെങ്കിൽ പക്ഷി ഉരുവിന്റെ ഒരു ഭാഗം തിന്നിട്ടുണ്ടെങ്കിൽ അത് ഹറാമായി എന്നാണ് ഷാഫിഈയുടെയും മറ്റും അഭിപ്രായം. യജമാനു വേണ്ടിയല്ല, സ്വന്തത്തിനു വേണ്ടിയാണ് ആ വേട്ടമൃഗം അതിനെ പിടിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്ന ന്യായം. ഉരുവിന്റെ കുറെ ഭാഗം വേട്ടമൃഗം തിന്നാലും തരക്കേടില്ലെന്നാണ് മറ്റൊരഭിപ്രായം. അത് ഉരുവിന്റെ 1/3 തിന്നാൽ പോലും ബാക്കി 2 അംശം ഹലാലാണ്. ഇക്കാര്യത്തിൽ പറവയും മൃഗവും തമ്മിൽ വ്യത്യാസമില്ല. ഇമാം മാലിക്കിന്റെ അഭിപ്രായമാണിത്. മൂന്നാമത്തെ പക്ഷം ഇതാണ്: വേട്ടമൃഗം തിന്ന ഉരു ഹറാമാണ്, വേട്ടപ്പക്ഷി തിന്നത് ഹറാമാവുകയില്ല. കാരണം വേട്ടമൃഗത്തിന് യജമാനു വേണ്ടി ഉരു പിടിക്കാനും അതിൽ യാതൊന്നും തിന്നാതിരിക്കാനും ശിക്ഷണം നൽകാവുന്നതാണ്. എന്നാൽ ശിക്കാരിനുപയോഗിക്കുന്ന പക്ഷിക്ക് ഇത്തരം ശിക്ഷണം നൽകുക അസാധ്യമാണെന്ന് അനുഭവം തെളിയിച്ചിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫയുടെയും ശിഷ്യന്മാരുടെയും പക്ഷമാണിത്. ഇതിനെതിരായി ശിക്കാരിനുപയോഗിച്ച പറവകൾ പിടിച്ച ഉരു തീരെ അനുവദനീയമല്ലെന്ന് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനമുണ്ട്. കാരണം ഉരുവിനെ തിന്നരുത്, യജമാനു വേണ്ടി പിടിക്കണമെന്ന് അതിനെ പരിശീലിപ്പിക്കുക സാധ്യമല്ല. അതിന്മേൽ ദൈവനാമം ഉരുവിടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വേട്ടമൃഗത്തെ ശിക്കാരിന് വിടുമ്പോൾ ബിസ്മി ചൊല്ലണമെന്നാകുന്നു. ഹദീസിൽ വന്നിരിക്കുന്നു,
നായയെ ഉപയോഗിച്ച് വേട്ട നടത്താമോ എന്ന് അദീബിനു ഹാത്തിം നബി തിരുമേനിയോട് ചോദിച്ചു. അതിനെ വേട്ടയ്ക്ക് വിടുമ്പോൾ ദൈവനാമം ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ തിന്നുകൊള്ളുക, അല്ലെങ്കിൽ പാടില്ല. ഉരുവിന്റെ വല്ല അംശവും നായ തിന്നാൽ പിന്നെ അത് ഭക്ഷിക്കാൻ പാടില്ല. കാരണം ആ ഉരുവിനെ പിടിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയാണ്. തിരുമേനി മറുപടി പറഞ്ഞു, ഞാൻ എന്റെ നായയെ വിട്ടു. അനന്തരം മറ്റൊരു നായയെ അവിടെ കണ്ടു, എങ്കിലോ അത് തിന്നരുത്. താങ്കൾ സ്വന്തം നായയുടെ പേരിലാണ് ദൈവനാമം ഉച്ചരിച്ചത്, മറ്റേ നായയുടെ പേരിലല്ല, നബി തിരുമേനി പറഞ്ഞു. നായാട്ടുജീവിയെ ശിക്കാറിന് വിടുമ്പോൾ ദൈവനാമം ഉച്ചരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ ആയത്തിൽ നിന്ന് തെളിയുന്നുണ്ട്. ഉരുവിനെ ജീവനോടെ കിട്ടിയാൽ ദൈവനാമം ഉച്ചരിച്ച് അറുക്കണം. ജീവനോടെ കിട്ടിയില്ലെങ്കിൽ അറുക്കാതെ തന്നെ ഹലാലാണ്. കാരണം ആദ്യം മൃഗത്തെ വിടുമ്പോൾ തന്നെ ദൈവനാമം ഉച്ചരിച്ചിരിക്കുന്നു. വേട്ടമൃഗത്തിന്റെ വിധി തന്നെയാണ് അസ്ത്രത്തിനുമുള്ളത്. اليوم أحل لكم الطيبات وطعام الذين أوتوا الكتاب حل لكم وطعامكم حل لهم والمحصنات من المؤمنات والمحصنات من الذين أوتوا الكتاب من قبلكم والمحصنات من الذين أوتوا الكتاب من قبلكم إذا آتيتموهن أجورهن محصنين غير مسافحين ولا متخذي أخدان ومن يكفر بالإيمان فقد حبط عمله وهو في الآخرة من الخاسرين. ഇന്ന് നല്ല വസ്തുക്കളൊക്കെയും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. വേദക്കാരുടെ ഭക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാകുന്നു. സത്യവിശ്വാസികളായ ചാരിത്രവതികളും നിങ്ങൾക്ക് മുമ്പ് വേദം ലഭിച്ചവരിൽ നിന്നുള്ള ചാരിത്രവതികളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. പരസ്യമായ വ്യഭിചാരികളോ രഹസ്യജാരന്മാരോ ആകാതെ വിവാഹമൂല്യം നൽകിക്കൊണ്ടുള്ള നിക്കാഹിലൂടെ നിങ്ങൾ അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ എന്ന നിബന്ധനയോടെയാകുന്നു ഈ അനുവാദം. വിശ്വാസത്തിന്റെ മാർഗത്തിൽ ചരിക്കാൻ വിസമ്മതിക്കുന്നവനാരോ അവന്റെ കർമ്മങ്ങൾ അത്രയും വ്യർത്ഥമായി പോകുന്നതാകുന്നു. പരലോകത്തിൽ അവൻ പാപ്പരായിരിക്കും. വേദക്കാരുടെ ഭക്ഷണത്തിൽ അവർ അറുത്ത മാംസവും ഉൾപ്പെടും. നമുക്കവരുടെയും അവർക്ക് നമ്മുടെയും ഭക്ഷണം ഹലാലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: നമുക്കും അവർക്കുമിടയിൽ ഭക്ഷണപാനീയങ്ങളിൽ തടസ്സമോ തൊട്ടുകൂടായ്മയോ ഇല്ല. നമുക്കും അവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. എന്നാൽ ഈ പൊതു അനുവാദത്തിന് മുമ്പ് നല്ല വസ്തുക്കൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്യം ആവർത്തിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതാണ്: വേദക്കാർ ശരീഅത്തിന്റെ ദൃഷ്ടിയിൽ ആവശ്യമായ ശുദ്ധിയുടെയും ശുചിയുടെയും നിയമങ്ങൾ പാലിക്കാതിരിക്കുകയോ അവരുടെ ഭക്ഷണപാനീയങ്ങളിൽ ഹറാമുകൾ കലരുകയോ ചെയ്താൽ അത് വർജിക്കേണ്ടതാണ്. ഉദാഹരണമായി, ദൈവനാമത്തിലല്ലാതെ അവരറുത്ത മാംസം തിന്നാൻ പാടില്ല. അവരുടെ ഭക്ഷണത്തളികയിൽ മദ്യം, പന്നിമാംസം തുടങ്ങിയ നിഷിദ്ധ പദാർത്ഥങ്ങളുണ്ടെങ്കിൽ അവരോടൊപ്പം ആഹരിക്കരുത്. ഇക്കാര്യത്തിൽ വേദക്കാരുടെ വിധി തന്നെയാണ് മറ്റ് അമുസ്ലിങ്ങൾക്കും ഉള്ളത്. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്: വേദക്കാർ ദൈവനാമത്തിൽ അറുക്കുന്നത് നമുക്ക് ഭക്ഷിക്കാം, ഇതര അമുസ്ലിങ്ങൾ കൊല്ലുന്നത് തിന്നാൻ പാടില്ല. വേദം നൽകപ്പെട്ടവർ എന്നാൽ ജൂതരും ക്രിസ്ത്യാനികളുമാകുന്നു. അവരുടെ സ്ത്രീകളുമായി മാത്രമേ വിവാഹബന്ധം അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. ചാരിത്രവതി അഥവാ മുഹ്സനാത്ത് ആണെങ്കിൽ അവരെ നമുക്ക് വിവാഹം ചെയ്യാം. ഈ വിധിയുടെ വിശദാംശങ്ങളിൽ ഫുഖഹായിനിടയിൽ ഭിന്ന അഭിപ്രായമുണ്ട്. ഇസ്ലാമിക രാഷ്ട്രത്തിലെ പ്രജകളായ വേദക്കാരാണ് ഇവിടെ വിവക്ഷ എന്ന് ഇബ്നു അബ്ബാസ് പറയുന്നു. ദാറുൽ കുഫറിലെയും ദാറുൽ ഹർബിലെയും ജൂത ക്രൈസ്തവ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നത് ശരിയല്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ഹനഫികൾക്ക് ഈ അഭിപ്രായത്തോട് കുറഞ്ഞൊരു വിയോജിപ്പുണ്ട്. വിദേശങ്ങളിലെ വേദക്കാരികളെ നിക്കാഹ് ചെയ്യുന്നത് ഹറാമല്ലെന്നും എന്നാൽ കറാഹത്താണെന്നും അവർ പറയുന്നു. സയ്യിദ് ഇബ്നുൽ മുസയ്യിബും ഹസൻ ബസ്രിയും പറയുന്നത് ഈ സൂക്തത്തിലെ വിധി പൊതുവാണെന്നാണ്. അതിനാൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെയും ഇതര രാഷ്ട്രങ്ങളിലെയും പൗരജനങ്ങൾ തമ്മിൽ വ്യത്യാസം കൽപ്പിക്കേണ്ട കാര്യമില്ല. ചാരിത്രവതികൾ എന്ന അർത്ഥം കൊടുത്തിട്ടുള്ള മുഹ്സനാത്ത് എന്ന പദത്തിന്റെ ഉദ്ദേശത്തിലും ഫുഖഹാഇന് ഭിന്നാഭിപ്രായമുണ്ട്. ചാരിത്രവതികളായ ഉത്തമ സ്ത്രീകൾ എന്നാണ് ഉമർ പറയുന്നത്. ഈ അടിസ്ഥാനത്തിൽ നടപടിയിൽ ദുസ്വാതന്ത്ര്യം കാണിക്കുന്ന വേദക്കാരികൾ അനുവദനീയരല്ല. ഹസൻ, ഷഅബി, ഇബ്രാഹിം നഖഈ മുതലായവരുടെ അഭിപ്രായവും ഇതാണ്. ഹനഫികളും അതാണ് ഇഷ്ടപ്പെടുന്നത്.
ഇമാം ഷാഫിഈയുടെ അഭിപ്രായത്തിൽ ഇവിടെ മുഹ്സനാത്തിന് സ്വതന്ത്രകൾ അഥവാ അടിമ സ്ത്രീകളല്ലാത്തവർ എന്നർത്ഥമാണ്. അതിനാൽ അടിമകളല്ലാത്ത വേദക്കാരികളെയെല്ലാം വിവാഹം ചെയ്യാവുന്നതാണ്. വേദക്കാരുമായുള്ള വിവാഹത്തിന് അനുവാദം നൽകിയ ശേഷം അള്ളാഹു ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ അനുവാദം ഉപയോഗപ്പെടുത്തുന്നവർ സ്വന്തം വിശ്വാസത്തിലും സദാചാരത്തിലും ജാഗരൂകരായിരിക്കണം. അമുസ്ലിം ഭാര്യയോടുള്ള സ്നേഹത്താൽ അവളുടെ വിശ്വാസാചാരങ്ങളാൽ സ്വാധീനിക്കപ്പെടരുത്. സത്യവിശ്വാസത്തിനെതിരായ സാമൂഹിക ധാർമ്മിക നയങ്ങൾ അവലംബിക്കാനും പാടില്ല. يسألونك ماذا أحل لهم